നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ശരിക്കും ആഗ്രഹിക്കുന്നത് എന്തും നേടാൻ പറ്റിയാലോ? കേൾക്കുമ്പോൾ ഇതൊരു വലിയ സ്വപ്നം പോലെ തോന്നാമല്ലേ? പക്ഷേ അതിലേക്കുള്ള വഴി നമ്മൾ വിചാരിക്കുന്നതിലും ഒരുപാട് സിമ്പിളാണെങ്കിലോ? വാ, നമുക്ക് ഈ ഒരു ഐഡിയ ഒന്ന് ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം. ഈ ഒരു ചോദ്യത്തിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. ജീവിതത്തിൽ നമ്മൾ ഏറ്റവും നന്നായി പഠിച്ചിരിക്കേണ്ട ഒരേയൊരു കല അതേതായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കൂ. ചിലപ്പോൾ ആരോഗ്യം എന്നായിരിക്കും മനസ്സിൽ വരുന്നത്, അല്ലെങ്കിൽ സമ്പാദ്യം, സ്നേഹം. എന്താ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത്? റെഡിയാണോ ഉത്തരത്തിന്? ഒരുപക്ഷേ ഇത് നിങ്ങളെ ശരിക്കും അതിശയിപ്പിച്ചേക്കാം. ആ ഒരേ ഒരു കല വെറും ഒരൊറ്റ വാക്കിലൊതുങ്ങും: ചോദിക്കുക. അതെ, അത്രയുള്ളൂ, ചോദിക്കുക. പക്ഷേ ഈയൊരു ചെറിയ വാക്കിൽ ഒളിഞ്ഞിരിക്കുന്ന ആ ഒരു പവർ, അത് അവിശ്വസനീയമാണ്. നമുക്ക് നോക്കാം അതെന്താണെന്ന്. അപ്പോ എന്തുകൊണ്ടാണ് ഈ ചോദിക്കുക എന്നത് ഒരു കലയാവുന്നത്? ഇതൊരു സാധാരണ പ്രവൃത്തിയല്ല, മനസ്സിലായോ? ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ തുറക്കാനുള്ളൊരു മാസ്റ്റർ കീ പോലെയാണ്, ഒരു കഴിവാണ്. നമുക്ക് ഇതിനെപ്പറ്റി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പൊ നോക്കൂ, നമ്മളിൽ ഒരുപാട് പേര് നല്ല ഹാർഡ് വർക്കേഴ്സാണ്. എല്ലാ ദിവസവും നന്നായി കഷ്ടപ്പെട്ട് പണിയെടുക്കും. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ കഠിനാധ്വാനം മാത്രം മതിയോ? അതൊരു ലക്ഷ്യമില്ലാതെ വള്ളം തുഴയുന്നത് പോലെയാണ്. എത്ര വേഗത്തിൽ തുഴഞ്ഞിട്ടു കാര്യമില്ല, എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയില്ലെങ്കിൽ. എന്നാൽ കൃത്യമായി ചോദിക്കാൻ അറിയാവുന്ന ഒരാൾ ആ കഠിനാധ്വാനത്തിനൊരു ഡയറക്ഷൻ കൊടുക്കും, കൃത്യമായി ലക്ഷ്യത്തിലേക്ക് നയിക്കും. ഓക്കെ, അപ്പോൾ ചോദിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ നമ്മളൊന്ന് ചോദിക്കുമ്പോൾ ശരിക്കും അവിടെ എന്താണ് സംഭവിക്കുന്നത്? എന്താണ് ആ പ്രോസസ്സിന്റെ യഥാർത്ഥ ശക്തി? ചോദിക്കുക എന്ന് പറഞ്ഞാൽ അതെല്ലാത്തിൻ്റെയും തുടക്കമാണ്. നമുക്ക് ആവശ്യമുള്ളത് ലഭിക്കുന്നതിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പ്. അതൊരു സ്വിച്ച് ഓൺ ചെയ്യുന്നത് പോലെയാണ്. നമ്മളൊന്ന് ചോദിക്കുന്നതോടെ നമ്മുടെ ഉള്ളിൽ ഒരുപാട് മാനസികവും വൈകാരികവുമായ പ്രോസസ്സുകൾ സ്റ്റാർട്ടാവും. ചിലപ്പോൾ അതിൻ്റെ പിന്നിലെ സയൻസ് എന്താണെന്ന് നമുക്ക് മുഴുവനായി മനസ്സിലായില്ലെന്നിരിക്കാം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അത് വർക്കാവും. ഈയൊരു താരതമ്യം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഇവിടെ രണ്ടു തരം ആൾക്കാരുണ്ട്. ഒന്നാമത്തെ കൂട്ടർ എപ്പോഴും മരത്തിന്റെ വേരുകളെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കും. അതായത് കാര്യങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ഇങ്ങനെ വിശകലനം ചെയ്തുകൊണ്ടേയിരിക്കും. എന്നാൽ രണ്ടാമത്തെ കൂട്ടറോ, അവരതൊന്നും നോക്കാൻ നിൽക്കില്ല, നേരെ മരത്തിൽ കയറി പഴം പറിക്കും. അതായത് കാര്യങ്ങൾ തങ്ങൾക്ക് വേണ്ടി എങ്ങനെ വർക്ക് ചെയ്യിക്കാം എന്നതിലാണ് അവരുടെ ഫോക്കസ്. അപ്പോൾ നിങ്ങൾ ഏതാളാകാനാണ് ആഗ്രഹിക്കുന്നത്? വെറുതെ അനലൈസ് ചെയ്യുന്ന ആളോ അതോ റിസൾട്ട് ഉണ്ടാക്കുന്ന ആളോ? പലപ്പോഴും നമുക്ക് വിചാരിച്ച റിസൾട്ട് കിട്ടാതെ വരുമ്പോൾ നമ്മളെന്താ പറയുക, അവസരങ്ങളില്ല എന്ന്, അല്ലേ? പക്ഷേ യഥാർത്ഥ പ്രശ്നം അതല്ല. പ്രശ്നം പുറത്തല്ല, നമ്മുടെ ഉള്ളിലാണ്, നമ്മുടെ ചിന്താഗതിയിലാണ്. ഈ ഒരു ആശയം എത്ര മനോഹരമാണെന്ന് നോക്കൂ. ലഭിക്കുന്നത് ഒരു സമുദ്രം പോലെയാണ്, അവിടെ ധാരാളമുണ്ട്. എന്നുവെച്ചാൽ വിജയം, അവസരങ്ങൾ, സന്തോഷം ഇതൊന്നും ഈ ലോകത്ത് ലിമിറ്റഡ് അല്ല. അത് തീർന്നു പോകുന്ന ഒന്നല്ല. അത് എല്ലാവർക്കുമായി ഒരു സമുദ്രം പോലെ അനന്തമായി അവിടെയുണ്ട്. പക്ഷേ ഇതാണ് കഥയിലെ ട്വിസ്റ്റ്. യഥാർത്ഥ പ്രശ്നം എന്താണെന്നോ? ചില ആളുകൾ ഒരു ടീസ്പൂണുമായിട്ടാണ് ആ വലിയ സമുദ്രത്തിലേക്ക് പോകുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, എത്ര ശക്തമായൊരു കാര്യമാണെന്ന്. അപ്പോൾ പ്രശ്നം അവസരങ്ങളില്ലാത്തതല്ല, നമ്മുടെ കയ്യിലിരിക്കുന്ന പാത്രത്തിന്റെ വലിപ്പക്കുറവാണ്. അപ്പോൾ നമുക്കിതിനെ രണ്ട് മൈൻഡ് സെറ്റായി തിരിക്കാം. ഒന്ന്, ടീസ്പൂൺ ചിന്താഗതി, ചെറിയ പ്രതീക്ഷകൾ, ചോദിക്കാനൊരു മടി, കിട്ടുന്നതോ തുച്ഛമായ റിസൾട്ട്സും. ഇനി മറുവശത്ത് ബക്കറ്റ് ചിന്താഗതി, വലിയ ലക്ഷ്യങ്ങൾ, ധൈര്യത്തോടെ ചോദിക്കും, കിട്ടുന്നതോ സമൃദ്ധമായ ഫലങ്ങളും. ഇപ്പോ നിങ്ങളൊന്ന് സത്യസന്ധമായിട്ട് ആലോചിച്ച് പറയൂ, നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴുള്ളത് ഒരു ടീസ്പൂണാണോ അതോ ഒരു ബക്കറ്റാണോ? ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്: എങ്ങനെയാണ് നമ്മുടെ കയ്യിലുള്ള ഈ ടീസ്പൂൺ കളഞ്ഞിട്ട് ഒരു ബക്കറ്റ് എടുക്കുക? ഫലപ്രദമായി, പവർഫുള്ളായി ചോദിക്കാൻ സഹായിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ചോദിക്കാനുള്ള രണ്ട് വഴികൾ അല്ലെങ്കിൽ താക്കോലുകൾ ഇവയാണ്. ഒന്നാമത്തത് ബുദ്ധിയോടെ ചോദിക്കുക, രണ്ടാമത്തത് വിശ്വാസത്തോടെ ചോദിക്കുക. ഓർക്കുക, ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്നത്. നമുക്ക് ആദ്യത്തെ കാര്യത്തിലേക്ക് വരാം. ബുദ്ധിയോട് ചോദിക്കുക. എന്താണിതിന്റെ അർത്ഥം? സിമ്പിളായി പറഞ്ഞാൽ, അവ്യക്തമായ ആഗ്രഹങ്ങൾ ഒഴിവാക്കുക. എനിക്കൊരു നല്ല ജോലി വേണം എന്ന് വെറുതെ പറയുന്നതിന് പകരം നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വളരെ സ്പെസിഫിക്കായി ക്ലിയറായിട്ട് പറയുക. നിങ്ങളുടെ ലക്ഷ്യങ്ങളെ ക്ലിയറാക്കാൻ ഈ ചോദ്യങ്ങൾ സ്വയം ഒന്ന് ചോദിച്ചു നോക്കൂ. എനിക്ക് വേണ്ട കാര്യത്തിന് എത്ര വീതി വേണം? എത്ര ഉയരം? എത്ര പെട്ടെന്നത് സംഭവിക്കണം? എന്ത് വലുപ്പത്തിലുള്ളതായിരിക്കണം? എന്ത് നിറം? എത്രത്തോളം വേണം? കണ്ടോ, ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ അവ്യക്തമായ ആഗ്രഹങ്ങൾ പതുക്കെ പതുക്കെ കൃത്യമായ ലക്ഷ്യങ്ങളായി മാറും. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ലക്ഷ്യങ്ങൾ ഒരു കാന്തം പോലെയാണ്. നിങ്ങൾ അതിനെ എത്രത്തോളം നന്നായി ഡീറ്റെയിലായിട്ട് വിവരിക്കുന്നുവോ അത്രയും ശക്തിയിൽ അത് നിങ്ങളെ അതിലേക്ക് വലിച്ചെടുപ്പിക്കും. വ്യക്തതയ്ക്ക്, ക്ലാരിറ്റിക്ക് അത്രയും പവറുണ്ട്. ഓക്കെ, അപ്പോൾ ലക്ഷ്യങ്ങൾ ക്ലിയറാക്കി എല്ലാം എഴുതിവെച്ചു, അതുമാത്രം മതിയോ? പോരാ. അവിടെയാണ് നമ്മുടെ രണ്ടാമത്തെ താക്കോല് വരുന്നത്: വിശ്വാസത്തോടെ ചോദിക്കുക. നമ്മൾ മുതിർന്നവരാകുമ്പോൾ എല്ലാത്തിനെയും ഒരു സംശയത്തോടെ കാണാൻ പഠിക്കും, അല്ലേ? എന്നാൽ ആ ഒരു ശീലം ഇവിടെ അങ്ങ് മാറ്റിവെക്കണം. ഇതാണ് യഥാർത്ഥ വിന്നിംഗ് ഫോർമുല. നിങ്ങളൊരു മുതിർന്നയാളെപ്പോലെ പ്ലാൻ ചെയ്യുക.
അതായത് ലോജിക്, ബുദ്ധി, കണക്കുകൾ ഒക്കെ ഉപയോഗിച്ച് എല്ലാം കൃത്യമായി പ്ലാൻ ചെയ്യണം. പക്ഷേ വിശ്വസിക്കേണ്ടത് ഒരു ചെറിയ കുട്ടിയെപ്പോലെയാണ്. ഒരു സംശയവുമില്ലാതെ അത് നടക്കുമെന്ന്, അത് കിട്ടുമെന്ന് 100% വിശ്വസിക്കുക. ഈ ബുദ്ധിയും വിശ്വാസവും ഒരുമിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങുന്നത്. ശരി, ഇത്രയും നേരം നമ്മൾ കുറെ ഐഡിയാസിനെ പറ്റി സംസാരിച്ചു. ഇനി ഇത് വെറുതെ കേട്ടിട്ട് പോയാൽ മതിയോ? പോരാ, ഇത് ജീവിതത്തിലൊന്ന് പ്രാവർത്തികമാക്കണ്ടേ? അതിനുള്ള സമയമാണിത്. ഇതാ നിങ്ങൾക്കുള്ള ഒരു 90 ദിവസത്തെ ചാലഞ്ച്. അതെ, വെറും 90 ദിവസം. ഇതൊരുപാട് വലിയ കാലയളവൊന്നുമല്ല. വളരെ ഈസിയായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലേ? ഇതിന്റെ ഏറ്റവും നല്ല കാര്യം എന്താണെന്നറിയോ? നിങ്ങൾ ഇതൊന്ന് ശ്രമിച്ചു നോക്കൂ. ഒരു പക്ഷേ ഇത് വർക്കായില്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ പഴയ രീതികളിലേക്ക് തിരിച്ചു പോകാമല്ലോ, ശരിയല്ലേ? ഈ ഒരു പുതിയ ചിന്താഗതി ഒന്ന് പരീക്ഷിച്ചു നോക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. അവസാനമായി ഈ ഒരു ചോദ്യം നിങ്ങളോട് തന്നെ ചോദിക്കുക. ഈ ലോകം എപ്പോഴും ആരാധിക്കുന്നത് വെറുതെ ഇരുന്ന് ചിന്തിക്കുന്നവരെയല്ല, പ്രവർത്തിക്കുന്നവരെയാണ്. അപ്പോ നിങ്ങൾ പഠിക്കുന്ന ഘട്ടത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഘട്ടത്തിലേക്ക് മാറാൻ തയ്യാറാണോ? ആ വലിയ ബക്കറ്റ് കയ്യിലെടുത്ത് ധൈര്യത്തോടെ ചോദിക്കാൻ നിങ്ങൾ റെഡിയാണോ?